കൂടുതൽ ശത്രുക്കളും നിങ്ങളെ അറിയുന്ന ആളുകളുടെ അയൽക്കാരുടെ അടുത്ത് നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞ് പരത്തുക. പറയുന്ന വ്യക്തി ഒന്നുമല്ല, വെറും ഒരു നിർഗുണാവസ്ഥയിലുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ചിന്തകൾ വിതറിത്തരും. ഇങ്ങനെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ പ്രധാനമായിട്ടും നമ്മുടെ നല്ല ബന്ധങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് തോന്നുന്നതായിട്ടുള്ള ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ അടുത്തതായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജി. ഒരു ലക്ഷ്യമുള്ള വ്യക്തികളാണ് ഇവിടെ എത്തുന്നതും ഇനി ലക്ഷ്യമില്ലാതെയാണ് വന്നതെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം വേണമെന്നുള്ള ചിന്തയെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ഒരു 20 വീഡിയോ എങ്കിലും കണ്ട ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമസ്തേ. നിങ്ങൾ ആരോടും ശത്രുത കാണിച്ചിട്ടില്ല, എല്ലാവരോടും നീതിപൂർവമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും ഉപദ്രവിച്ചിട്ടില്ല. സ്വന്തം കാര്യം നോക്കി കഴിയുന്നത് പോലെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ചിലപ്പോൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കും. എന്നിരുന്നാലും അങ്ങനെയുള്ളവർക്കും ശത്രുക്കൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ നീതിപൂർവമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അനീതിയുടെ വ്യക്തികൾ തീർച്ചയായിട്ടും ശത്രുതയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. യഥാർത്ഥത്തിൽ ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ അവരെ ശത്രുക്കളെന്ന് വിളിച്ചാലും ചിലപ്പം അവർ നമ്മുടെ ഗുരുക്കന്മാരായിട്ട് മാറുമെന്നുള്ളതാണ്. കാരണം പല സമയത്തും നമ്മൾ ആകർഷിക്കുന്നതായിട്ടുള്ള ശത്രുക്കൾ നമ്മുടെ ഉള്ളിലെ വീക്ക്നെസ്സുകളെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആകർഷിക്കുന്നതായിട്ടുള്ള ശത്രുക്കൾ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളുണ്ടാവും, അവരും നമ്മുടെ ഉള്ളിലെ വീക്ക്നെസ്സിനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ വീക്ക്നെസ്സുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ, തികച്ചും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് കടന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാരണവുമില്ലാതെയായിരിക്കും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ കരുവാക്കുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത്. ഇവരാദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ അധികമായിട്ടുള്ള സമ്മർദ്ദം ഏറ്റെടുക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പ്രഷർ കൂടുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഏതാണോ നിങ്ങളുടെ വീക്ക് പോയിന്റ് അത് മനസ്സിലാക്കിയിട്ട് അവിടെയാണ് ഇവർ കൃത്യമായിട്ട്, ആ മുറിവിലാണ് ഇവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യുക, നിങ്ങളുടെ നിയന്ത്രണം വിടുക, എന്നിട്ട് നിങ്ങൾ ചീത്ത പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കുക തുടങ്ങിയ രീതിയിലൊക്കെ നിങ്ങളെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം നോ റിയാക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചില സമയത്ത് നിശബ്ദതയെ കൂട്ടുപിടിക്കേണ്ടതായിട്ട് വരും, ചില സമയത്ത് വെയിറ്റിങ്ങിനെ കൂട്ടുപിടിക്കേണ്ടതായിട്ട് വരും. വെയിറ്റിംഗ് എന്ന് പറയുമ്പം ഇവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾക്ക് നമ്മളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു മതിൽ കെട്ടണമല്ലോ, നമ്മളൊരു ബൗണ്ടറി ഉണ്ടാക്കണമല്ലോ, അതിന് വരെ ഒരു സമയം വേണം എന്നുള്ളതാണ്. ആ ബൗണ്ടറി ഉണ്ടാക്കുന്നത് മാത്രമല്ല, നിങ്ങളെ ഉപദ്രവിച്ചവർ അവർക്ക് പ്രപഞ്ചം മറുപടി കൊടുക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇത് നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നു, നമ്മുടെ ഉള്ളിലെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത് തുറന്നു കാട്ടുന്നു, നമ്മളെ കാത്തിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ചില യുദ്ധങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നിശബ്ദതയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളതും, എത്ര കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി തന്നെ നമ്മളെ പഠിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എത്രത്തോളം കാര്യങ്ങളാണ് ഏതാനും മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് ഒപ്പിയെടുക്കുന്നത്. രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ വിതറുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓൾറെഡി ഉള്ളതായിട്ടുള്ള എന്തെങ്കിലും വീക്ക്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫീരിയോറിറ്റി ആയിരിക്കാം. ഇനി അതൊന്നുമല്ല, അവർക്ക് തോന്നുന്നതാണ് ഇന്ന വ്യക്തിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആത്മവിശ്വാസം കുറയും എന്നുള്ളത്. സോ നമ്മളെ പല രീതിയിൽ കുറ്റപ്പെടുത്തുക, പല രീതിയിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യുക, നിനക്കതിനുള്ള കഴിവില്ല എന്നുള്ളത് നേരിട്ടും അല്ലാതെയും പറയുക, നമ്മളെ തൃണവൽക്കരിച്ച് കാണിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തികൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യുമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുക എന്നുള്ളതാണ്. അതിശക്തമായിട്ട് ഇവർ റിപ്പീറ്റായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാഴ്ചവെക്കുമ്പോഴും നമ്മൾ ആത്മവിശ്വാസം തകരാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു പരീക്ഷണ ഘട്ടം കടന്നുകൊണ്ട്, ഈ ഒരു ശനിയുടെ ഘട്ടം കടന്നുകൊണ്ട് നമ്മൾ സർവൈവൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് എത്തും എന്നുള്ളതാണ്. നമ്മുടെ ആത്മവിശ്വാസം തകർക്കാനായിട്ട് ഇവർ ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ സംശയങ്ങൾ വിതറുക എന്നുള്ളതാണ്.
നിനക്കൊന്നും അറിയില്ല, നീ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീ ഇതൊക്കെ മനസ്സിലാക്കൂ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നീ ധരിച്ചു വെച്ചിരിക്കുന്നത് വളരെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അതിവിദഗ്ധമായിട്ട് തന്നെ ഇവർ വഴിതിരിക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അതിലേതെങ്കിലും ഒരെണ്ണം ഈ വഞ്ചിയിൽ ചെറിയ ഓട്ട വീഴുന്നത് പോലെ നമ്മളിലേക്ക് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ അതിൽ കൂടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ വെള്ളം കോരിക്കളയാനും ഈ ഓട്ട അടയ്ക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അടുത്തതായിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പഴയൊരു കോർപ്പറേറ്റ് തന്ത്രമുണ്ട്, പഴയതല്ല, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ അയൽക്കാരുടെ അടുത്ത് നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞ് പരത്തുക, പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തതായിട്ടുള്ള ഫാമിലി ആയിക്കോട്ടെ, അല്ലാത്ത ബന്ധമായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ വിള്ളലുകൾ വീഴ്ത്താനായിട്ട് അവരോട് നിങ്ങളെക്കുറിച്ച് മോശം പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവരെക്കുറിച്ച് മോശം പറയുക. ഞാൻ പറയുന്നത്, ഒരു ബന്ധത്തിൽ അത് ശരിയായിട്ടുള്ള ബന്ധമാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മളോട് വളരെ ആത്മാർത്ഥതയുള്ള ചില ചുരുങ്ങിയ വ്യക്തികൾ ചിലപ്പോൾ സൂചിപ്പിക്കും നമ്മളോട്, ഇത്തരത്തിലുള്ള ബന്ധത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് അത്ര നല്ലതല്ല എന്നൊക്കെ. അങ്ങനെയുള്ള കാര്യം ഒഴികെ ബാക്കിയുള്ള ഒരു ബന്ധത്തിലും നമ്മൾ മറ്റുള്ള ആളുകൾ പറയുന്ന കേൾക്കേണ്ട ആവശ്യമില്ല. എന്താണോ ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് നമ്മളെ നശിപ്പിക്കുന്ന ബന്ധമാണോ നല്ല ബന്ധമാണോ എന്നുള്ളത്. ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ പ്രധാനമായിട്ടും നമ്മുടെ നല്ല ബന്ധങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് തോന്നുന്നതായിട്ടുള്ള ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ അടുത്തതായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ ഈ ചാനലിലെ ഒരുപാട് വീഡിയോ കണ്ട വ്യക്തികളോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ ഒരു ലക്ഷ്യമുള്ള വ്യക്തികളാണ് ഇവിടെ എത്തുന്നതും. ഇനി ലക്ഷ്യമില്ലാതെയാണ് വന്നതെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം വേണമെന്നുള്ള ചിന്തയെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ഒരു 20 വീഡിയോ എങ്കിലും കണ്ട ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി നല്ല ലക്ഷ്യവുമായിട്ട് അതിനു വേണ്ട ഒരു ബൂസ്റ്റ് കിട്ടാനായിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാകുക. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉന്നതമായിട്ടുള്ള ആ വലിയ സ്വപ്നം, ആ വലിയ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നൊരു പരിപാടി എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആ ലക്ഷ്യത്തിൽ നിന്ന് വേറെ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരെന്നിട്ട് എന്ത് ചെയ്യും? അവർ ആ കാര്യത്തിൽ മാത്രമാണ് മുഴുകിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ കാണിക്കും. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? അവരവരുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ പ്രപഞ്ചത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിയമമുണ്ട് ആർക്ക് എന്ത് കൊടുക്കണമെന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് വരുന്നതായിട്ടുള്ള പ്രവർത്തികൾ, വ്യക്തികൾ തുടങ്ങിയതിലേക്ക് വീണു പോവാതെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ മെയിൻ ഫോക്കസിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്കായിരിക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസിലേക്ക് നമ്മൾ പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന കാര്യങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മളെ തന്നെ സുരക്ഷിതമാക്കേണ്ടതായിട്ട് വരും. അതിനൊക്കെ നമുക്ക് കുറച്ച് എനർജി കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് അതിന് നമ്മളെ പ്രാപ്തമാക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക, പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറാതിരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക്. നെക്സ്റ്റ് ഈസ് അബൌട്ട് നിങ്ങളുടെ ദൗർബല്യങ്ങളും രഹസ്യങ്ങളും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ അടുത്തവരിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ കൂടുതൽ ശത്രുക്കളും നിങ്ങളെ അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും. അല്ലാതെ പെട്ടെന്നൊരു ദിവസം കണ്ട ഒരു വ്യക്തിയൊന്നും നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ശത്രുവായിട്ട് മാറുന്നില്ല. നിങ്ങളുടെ ദൗർബല്യങ്ങളും രഹസ്യങ്ങളും കുറേയൊക്കെ അറിയുന്നവർ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രു. എന്നിരുന്നാലും ഫർദർ എന്താണ്, എന്ത് രീതിയിൽ ഇവനെ അല്ലെങ്കിൽ ഇവളെ വീഴ്ത്താൻ പറ്റുമെന്നുള്ള കാര്യം ഇവർ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളിൽ കൂടി അറിയാനും മറ്റുള്ളവരിൽ കൂടി അറിയാനായിട്ടും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പല രീതിയിലുള്ള തന്ത്രങ്ങൾ അതിന് നമ്മുടെ മുന്നിൽ ഇവർ കാണിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മഹത്തരമായിട്ടുള്ള വിജയങ്ങളെ പോലും നിസാരവൽക്കരിച്ച് കാണിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയ്ക്കാനായിട്ട് ഇവർ ശ്രമിക്കും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ല, വെറും ഒരു നിർഗുണാവസ്ഥയിലുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ചിന്തകൾ വിതറിത്തരും ഇങ്ങനെയുള്ള വ്യക്തികൾ. കാരണം നിങ്ങൾ നിങ്ങളുടെ കർമ്മം മറന്ന് അവരുടെ കളിയിലേക്ക് ഇറങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ ഒരു പപ്പറ്റാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുരച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള എല്ലാ നായ്ക്കളെയും എറിഞ്ഞോടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു മഹത് വചനം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കെതിരെ എന്ത് രീതിയിലുള്ള പ്രവർത്തികൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഈ 7ഓളം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സ്ട്രാറ്റജിക്കലായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള തലവേദന എന്ന് പറയുന്ന ഒരു വിഷയമല്ല. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫോക്കസ്, ആ ഒരു ലക്ഷ്യം എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും
എത്ര ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്, എനർജി ലോസ്, സമയനഷ്ടം ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടും എന്ത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഓടാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നടക്കുക, നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇഴയുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. നമസ്തേ.